ഫുൾ ചെളിയില്ലേ ഇതാ കണ്ടോ. എക്സോസ്റ്റ് ഫുള്ള് ചെളി. ഞാൻ ഒരാഴ്ച എന്തോ ആയി എല്ലായിടത്തും കറങ്ങി ഓടിയിട്ട്. ഇത്രയും ദാരിദ്ര്യാവസ്ഥ കുറേ ദിവസത്തിന് ശേഷം ഉണ്ടാണ്. ഇതാണ് മൺകാട് കട്ട് ചെയ്തുള്ള സീനുണ്ടോ, പൂച്ചെളി സീൻ. അപ്പം ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ് ഗൈസ്. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്താ, നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞത് നമ്മളെ വണ്ടി ഇന്ന് സെറ്റാക്കാൻ പോകുന്നു. കാരണം ഒരു ട്രിപ്പ് ചെറുതായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വണ്ടി ബ്രേക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. പിന്നെ വണ്ടിയിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് വണ്ടിയുടെ പണിയുന്ന വീടാണ്. അപ്പോൾ എന്തായാലും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കാണാം. വണ്ടി ഇപ്പം ഫുള്ള് കോലം കെട്ടിരിക്കുന്നു. ഫുൾ ചെളിയൊക്കെ പിടിച്ചുകൊണ്ട് ഇവിടെ കണ്ടോ, ഫുള്ള് ചെളിയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ. ഒന്നും കഴുകിയിട്ടില്ല. ഇനിയിപ്പോൾ ഫുള്ളും കഴുകണം. പക്ഷെ അതിന് മുമ്പേ എനിക്ക് ഒരു സ്ഥലം വരെ പോകണമുണ്ട്. ഇതിൻ്റെ ബ്രേക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. ഈ ബ്രേക്ക് സെറ്റാക്കാറുണ്ട്, അതുപോലെ തന്നെ ബാക്ക് ബ്രേക്ക് സെറ്റാക്കണം. അല്ലാതെ ഇത് ഇവിടുത്തെ ഈ സ്വിച്ചിനൊക്കെ ചെറിയൊരു സംഭവമുണ്ട്. അപ്പോൾ എന്തൊക്കെ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കണം. പിന്നെ വേറെ എന്തൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നല്ലോ, മറന്നു. അതൊക്കെ ഇന്ന് ഓർത്തിട്ട് എല്ലാം പറഞ്ഞ് സെറ്റാക്കാറുണ്ട്. പിന്നെ ക്ലച്ചിന് ചെറിയൊരു ഇതുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ആ കോണുമ്പോൾ അപ്പം എല്ലാം ഓർമ്മിച്ച് വയ്ക്കാൻ വേണ്ടി നോട്ടൊക്കെ എടുത്ത് എഴുതിയിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ അകത്ത്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ഇപ്പം നേരെ നമ്മൾ വണ്ടി സർവീസ് ചെയ്യുന്ന കടയിൽ കൊണ്ട് കൊടുക്കണം. എന്നിട്ട് വൈകുന്നേരം വന്നിട്ട് വണ്ടി കഴുകുക. അതാണ് വൈകുന്നേരം പിന്നെ വേറെ ഒരു സ്ഥലത്തും പോകുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെയെന്നൊന്നും അറിയില്ല. എന്തായാലും വൈകുന്നേരം വന്നിട്ട് വണ്ടിയെ കഴുകി വയ്ക്കുക. ഇപ്പോൾ എന്തായാലും നമുക്ക് ഡയറക്റ്റ് സർവീസ് സെൻറ്ററിൽ പോയിട്ട്, സർവീസ് സെൻറ്ററിൽ വണ്ടി സർവീസ് ചെയ്യാൻ കൊടുക്കണം, അവിടെ കൊണ്ടുപോകണം. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ എത്ര രൂപ എന്നൊക്കെ നോക്കി അതെല്ലാം സെറ്റായി കൊടുത്തിട്ട് വേണം പോവാൻ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ എന്തായാലും വണ്ടിയിൽ ഇപ്പോഴത്തെ അവസ്ഥ ഫുൾ ചെളിയില്ലേ ഇതാ കണ്ടോ. എക്സോസ്റ്റ് ഫുള്ള് ചെളി. ഞാൻ ഒരാഴ്ച എന്തോ ആയി എല്ലായിടത്തും കറങ്ങി ഓടിയിട്ട്. ഇത്രയും ദാരിദ്ര്യാവസ്ഥ കുറേ ദിവസത്തിന് ശേഷം ഉണ്ടാണ്. ചെയിനെല്ലാം കഴിയണം. ചെയിനൊക്കെ നല്ല ഡ്രൈ ആയി ഇരിപ്പുണ്ടെന്നാണ്. പെട്രോൾ അടിച്ച് ഇപ്പോൾ എന്തായാലും പോകണം. അപ്പോൾ എന്തായാലും അധികം സംസാരിക്കാതെ നമുക്ക് എന്തായാലും വണ്ടി എടുത്ത് പോകാം. ശരിയാക്കാൻ പോയിട്ട് നടന്നില്ല. ഇവിടെ എല്ലാവരും റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ റെക്കോർഡെല്ലാം എഴുതി കഴിഞ്ഞ് എൻ്റെ റെക്കോർഡ് ഞാൻ സബ്മിറ്റ് ചെയ്യണം. ഈ പൊട്ടണമെന്ന് റെക്കോർഡ് ചെയ്തില്ല. അതെ, റെക്കോർഡ് എഴുതി എൻ്റെ എല്ലാം കംപ്ലീറ്റ് ചെയ്തു. 2 ഉണ്ടായിരുന്നു. 2 കംപ്ലീറ്റ് ചെയ്ത് ഇനി കൊണ്ടുവയ്ക്കുക. വണ്ടി നനഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് പുറത്തെ മഴയൊക്കെ തന്നെ ഉണ്ട്. ഒടുക്കത്തെ മഴ, നല്ല മഴയുണ്ട്. നമുക്ക് വണ്ടി നനഞ്ഞു കഴിഞ്ഞാണ് ഇരിക്കുന്നത്. നമുക്ക് ഇതുകൊണ്ട് സബ്മിറ്റ് ചെയ്തിട്ട് വണ്ടി എടുത്ത് മഴയത്ത് നനയാം. വണ്ടിയൊക്കെ നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി എടുത്ത് ജസ്റ്റ് ഒരു റൈഡ് അടിക്കാം. ചൊറിഞ്ഞു ഞാനും മഴ നനഞ്ഞൊരു കോലമായി. വണ്ടി എടുത്തിട്ട് 1 റൗണ്ട് ചുറ്റിയിട്ട് വണ്ടി കൊണ്ട് സേഫായിട്ട് ഒരിടത്ത് വെച്ച്. ടാങ്കിനകത്ത് വെള്ളം ഇറങ്ങിയെന്ന് അറിഞ്ഞൂടാ. സേഫായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ അടിയിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ടാങ്കിൽ വെള്ളം ഇറങ്ങിയില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇറങ്ങിയാൽ തേഞ്ഞ് എന്താകുമെന്തോ. മിസ്സിങ് വല്ലതും ഉണ്ടെങ്കിൽ അടുത്ത ടാങ്ക് ക്ലീൻ ചെയ്തേണ്ടി വരും. അയ്യോ, എന്തായാലും നോക്കാം. വീട്ടിലോട്ട് വേണം കേട്ടോ. മഴയല്ലേ, നല്ല രസമല്ലേ ഇത്രയും കാണാൻ. അതെ, ഞാൻ രാവിലെ ഇപ്പോൾ ഗ്ലൗസൊക്കെ ഇട്ട് ഇറങ്ങിയാണ്. ഇപ്പോൾ ഗ്ലൗസ് എല്ലാം ഊരി വെച്ചിട്ട് നമ്മൾ സാധാ ഇറങ്ങി. ഈ ഒരു വ്യൂ കിടലാണ്. പ്രതീക്ഷ എന്തായാലും വീട്ടിലോട്ട് പോട്ടെ. എന്തായാലും വീട്ടിൽ പോയിട്ട് ഇന്ന് കഴിവല് നടക്കുമെന്ന് തോന്നില്ല. കാരണം ഫുൾ മഴയല്ലേ. അതുകൊണ്ട് എനിക്കിപ്പം പുറത്തോട്ട് പോകാൻ വേണം വണ്ടി എടുത്തോ. അപ്പോൾ നമുക്ക് വേറെ ദിവസം കഴിവാം. ഇതിപ്പോൾ എങ്ങനെ വരെ പോകാൻ നോക്കാം. എന്തായാലും വീട്ടിൽ പോയിട്ട് വണ്ടി ഡീറ്റെയിലായിട്ട് കാണിക്കാം. വണ്ടിയുടെ ഇപ്പോൾ ഉള്ള പണികൾ കാണിച്ചു തരാം. വണ്ടിയൊന്നും ചെയ്യാൻ പറ്റിയില്ല. വണ്ടി കടയിൽ കൊണ്ട് ഇപ്പോൾ അവിടുത്തെ ചേട്ടൻ ഇല്ലായിരുന്നു. അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. റേഞ്ച് കുറവ്. അപ്പോൾ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ സെറ്റാക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്തായാലും ബ്രേക്കിൻ്റെ കാര്യമൊക്കെ ഒന്ന് നോക്കണം. എന്തായാലും തിങ്കളാഴ്ച ഒരു സ്ഥലം വരെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടിയും ബ്രേക്കിൻ്റെ കാര്യമെല്ലാം നോക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെയാണ് പരിപാടി. നമുക്ക് നോക്കാം ഇതുവരെ പോകാം. റിസർവ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇതിന് പെട്രോൾ അടിക്കണം. കയ്യിൽ കുറച്ച് പൈസ കിട്ടുക. അപ്പം പിന്നെ പെട്രോൾ അടിക്കേണ്ടി വരും. അങ്ങനെ പരിപാടി. അപ്പോൾ എന്തായാലും കേസ് നമുക്ക് എന്തായാലും പമ്പിലോ എന്തെങ്കിലും പരിപാടി വരുമ്പോൾ കാണിക്കാം. അപ്പോൾ എന്തായാലും റോഡിൽ കൂടെ ഇങ്ങനെ എടുക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ വണ്ടിയിലൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ റോഡ് നല്ല രസമല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ 397 രൂപയ്ക്ക് അടിച്ചിട്ടുണ്ട്. ഉള്ള പൈസയ്ക്കെല്ലാം പെട്രോൾ അടിക്കുന്നുണ്ട്. വേറെ ഒന്നുമില്ല, റിസർവാണ്. വെള്ളം ഇറങ്ങിയിട്ടുണ്ടോയെന്ന് അറിഞ്ഞൂടാ. 397 എത്ര ലിറ്റർ കിട്ടും? 3.3 ലിറ്റർ കിട്ടുമെന്നോ? ഇല്ല, 3.5 ഇല്ല, തികച്ചില്ല. പിന്നെ എത്ര രൂപ? 115 രൂപ.
ഓരോന്നിൽ ഓരോ റേറ്റ്. ഓക്കെ, എന്തായാലും ഇനിയെങ്കിലും ഒരു കട്ട കയറിയിട്ടുണ്ടോ എന്ന് ആർക്കറിയാം. റിസർവ് എന്തോ ഓടുമ്പോൾ കാണിക്കായിരിക്കും. അപ്പോൾ നമുക്ക് പോവാം. ഞാൻ വീട്ടിലെത്തി. വണ്ടിയുടെ കോലം ഫുള്ള് അലമ്പായിട്ടിരിക്കുന്നുണ്ടോ, ഫുൾ ചെളി. ഇവിടെ വരെ ചെളി. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ബാക്കിലൊക്കെ അടിച്ചു തന്നാണ് തോന്നുന്നത്. കണ്ടോ, ഇതാണ് മൺകാട് കട്ട് ചെയ്തുള്ള സീനുണ്ടോ, പൂച്ചെളി സീൻ. അപ്പോൾ എന്തായാലും വണ്ടി ഇന്ന് കഴിവിൽ നടക്കില്ല, കാരണം മഴയാണ്. അതുമായിട്ട് എനിക്കിപ്പോൾ വണ്ടി എടുത്തിട്ട് പോകാൻ വേണം. ഇതേ കൊല്ലത്തിൽ തന്നെ കൊണ്ടുപോകണം, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നേരത്തെ മഴ നനഞ്ഞപ്പോൾ ടാങ്കിനകത്ത് വെള്ളം ഇറങ്ങി, എന്തോ സൈഡിലിങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. എന്നാൽ മിസ്സിങ് ആവും. ഇന്നിപ്പം 400 രൂപയ്ക്ക് അടിക്കുകയും ചെയ്ത് ഏകദേശം 1/4 ടാങ്ക് ആയി. അതാറ്. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് വണ്ടിയുടെ പരിപാടി. എന്തായാലും എനിക്കിന്ന് പോയപ്പം ബ്രേക്കൊന്നും ടൈറ്റ് ചെയ്യാൻ പറ്റില്ല, അയാളില്ലായിരുന്നു. അപ്പോൾ ഇനി ബ്രേക്ക് ടൈറ്റ് ചെയ്യണം. ബ്രേക്കിന് എന്തോ പ്രശ്നമുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ എന്തോ കാണിക്കണം. എന്താണ്ട് ഇങ്ങ് വരണമുണ്ടോ. അപ്പം ഇങ്ങ് വന്നു കഴിഞ്ഞാൽ കിട്ടുന്നത് കുറച്ച് ബൈറ്റിങ് കുറവായിരിക്കും. അപ്പോൾ അതൊന്ന് നോക്കണം. പിന്നെ ക്ലച്ചിന് കുറച്ചൊരു പവർ നോക്കണം. ബാക്ക് ബ്രേക്കിൻ്റെ കാര്യം നോക്കണം. പിന്നെ വേറെ എന്താ, പിന്നെ ഫ്രണ്ടിന് ഒരു കോണമ്പോൾ നമ്മളൊന്ന് മാറ്റിയിട്ട് അതിന് ടൈറ്റ് ചെയ്യാൻ കൊണ്ടുപോകാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അടി വരുമ്പോൾ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ എനിക്കിപ്പം കട്ടർ ഇറങ്ങുമ്പോൾ അടി വരുന്ന പോലെ തോന്നി. അപ്പോൾ അതും കാണിക്കണം. പിന്നെ ഇതിൻ്റെ ഒരു ഹോളുണ്ടല്ലോ, അത് അടിയിലാണ് എൻ്റെ ഹോസ്. അപ്പോൾ അതും ക്ലീൻ ചെയ്യണം. പിന്നെ വേറെ ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ, സ്വിച്ച്. ഈ സ്വിച്ചിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതൊന്ന് ഊരി ക്ലീൻ ചെയ്യണം. അതൊക്കെയാണ് പരിപാടിയായിരുന്നു. എന്തായാലും ഇന്നൊന്നും നടന്നില്ല. ഇന്നെന്തായാലും നടക്കുമെന്നല്ല. ഇനിയിപ്പോൾ നാളെ ഞാൻ എന്തായാലും ഇന്ന് പോയിട്ട് നാളെ വരും. അതുകൊണ്ട് എന്താ ചെയ്യുക, ഇതൊക്കെ തന്നെയാണ്. എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ്. എന്താണ് വണ്ടിയുടെ അവസ്ഥ. പിന്നെ ടയർ അധികം ഓടുമൊന്നുമല്ല. ഇടയ്ക്ക് കോർണർ ചെയ്തപ്പം ചെറുതായിട്ട് സ്കിഡായോ എന്നൊരു സംശയം. എനിക്ക് തീരാറായില്ലെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. പക്ഷെ ഇവിടെയൊക്കെ കണ്ടോ നല്ല തീർന്നു, അങ്ങനെ അറിയില്ല. ഇപ്പോൾ ഏകദേശം 8000 കിലോമീറ്റർ അടുപ്പിച്ച് ഈ ടയർ ഓടി. എൻ്റെ കോളേജിൽ സാറ് പറഞ്ഞ്, സാറിന് ഇൻ്റർസെപ്റ്റർ ഉണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞ് സാറിന് എത്ര 16,000 കിലോമീറ്റർ സിയാറ്റിൻ്റെ ടയറിൽ ഓടിയെന്ന് പറഞ്ഞ്. കോർണറൊക്കെ ചെയ്യാൻ അടിപൊളിയാണെന്ന് പറഞ്ഞ്. നോക്കാം, നമുക്ക് ഏതാന്ന് കൊള്ളാൻ നോക്കിയിട്ട് സെറ്റ് ചെയ്തിടാം. എന്തായാലും ഫുള്ള് കോലമായി. അലങ്കോലമായിരിക്കുന്ന വണ്ടി. ഇത്രയും ഗതികെട്ട വണ്ടി ഇപ്പം ആരെങ്കിലും ഉണ്ടോ എന്തോ, ഇത്രയും സീനുണ്ടോ ഇവിടെ കണ്ടോ. വാവ്, എന്തായാലും പ്രഷർ വാഷിൽ അടിച്ച് കഴുകാൻ പറ്റി. ചെളിയായിപ്പോയി, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെയാണ് വണ്ടിയുടെ വിശേഷങ്ങൾ, വണ്ടിയുടെ അവസ്ഥ ഉണ്ടോ. ഇത്രയൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ജസ്റ്റ് പെട്ടെന്നൊന്ന് കാണിച്ച് വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ കുളിച്ച് റെഡി ആയിട്ടാണ് ഇരിക്കുന്നത്. എനിക്കൊരു സ്ഥലം വരെ പോകാൻ വേണം. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി കാണിച്ചില്ല, കുറേ ദിവസമല്ലേ വണ്ടിയെ പറ്റി കാണിച്ചിട്ട്. അപ്പം അതാണ് പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും വണ്ടി സർവീസ് ചെയ്ത് കുറേ പരിപാടിയുണ്ട്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ഇരുന്നവർ എല്ലാവർക്കും ബൈ. എന്തായാലും ഇതിൻ്റെ വീഡിയോ നമുക്ക് ഉടനെ ചെയ്യാമെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബ്രേക്കും കാര്യങ്ങൾ ടൈറ്റ് ചെയ്യണം, വീഡിയോ സെറ്റാക്കാം, നാളെ തന്നെ സെറ്റാക്കാം. അപ്പോൾ എന്തായാലും ബൈ ഗൈസ്, സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. ടാറ്റാ.